ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ഹണി റോസിനെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വറിന് ആശ്വാസം. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുക്കാനാവില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പുകളില്ലെന്നും പോലീസ് വ്യക്തമാക്കി. എന്നാൽ രാഹുൽ ഈശ്വറിനെതിരെ കോടതി വഴി പരാതി നൽകണം എന്നും കൊച്ചി പോലീസ് അറിയിച്ചു. നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ല എന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതേസമയം രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല. രാഹുലിന്റെ ഹർജി ഈ മാസം 27-ന് പരിഗണിക്കുന്നതിനായി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത്. ഇതോടെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടികളിലേക്ക് കടന്നത്. എറണാകുളം സെൻട്രൽ പോലീസാണ് ഹണി റോസ് പരാതി നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നുവെന്നാണ് ഹണി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂറിനെതിരെ പരാതി നൽകിയ ഹണി റോസിനെ കുറ്റപ്പെടുത്തിയ രാഹുൽ ഈശ്വർ നടിയുടെ വസ്ത്രധാരണത്തെയും വിമർശിച്ചിരുന്നു. ഇതോടെ ഹണി റോസിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത്. പൊതുബോധം എതിരാക്കാനാണ് രാഹുലിന്റെ ശ്രമമെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഹണി ആരോപിച്ചിരുന്നു. രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കമായിരുന്നു ഹണി റോസ് പരാതി നൽകിയത്. ഇതിനു പിന്നാലെ തൃശൂർ സ്വദേശിയായ ഒരാളും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂറിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ബോബിക്ക് ജാമ്യം അനുവദിച്ചത്. സമാനമായ കേസുകളിൽ ഉൾപ്പെടാൻ പാടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണം, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടാം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും എന്നാണ് കോടതിയുടെ നിരീക്ഷണം.